ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ആ മാതാപിതാക്കൾ അവർക്കുണ്ടായിരുന്ന സ്വന്തം വീട് വിറ്റിട്ട് അതുകൊണ്ട് കിട്ടിയ പണം ഈ മകളുടെ കല്യാണത്തിന് നല്ല പണ്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ വിറ്റ് നല്ല ഗോൾഡൊക്കെ മേടിച്ച് ആ പെൺകുട്ടിക്ക് കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടു. ആ കല്യാണം കഴിപ്പിച്ച വീട്ടുകാർ അത്യാവശ്യം തരക്കടില്ലാത്ത സാമ്പത്തികമുള്ള വലിയ ടീമായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു മരുമകളുണ്ട്. അവളുടെ ഏകദേശം അവരുടെ രൂപത്തിൽ എത്തണമല്ലോ. രണ്ട് മരുമക്കൾ രണ്ട് രീതിയിൽ കയറി വന്നാൽ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോര് വേണ്ടാന്ന് കരുതിയിട്ടാണ് വീട് പോലും വിറ്റിട്ട് എന്തായത് ഈ മകൾ ആ കുടുംബത്തിലേക്ക് അയച്ചത്. പക്ഷേ ഇന്ന് ആ മകള് തൻ്റെ വീട്ടിൽ തന്നെ തൊലാക്ക് ചെല്ലിയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താ പറയുക നിങ്ങൾ, കാരണം ഭയങ്കര രസാട്ടോ. അതായത് ആ വീട്ടുകാർ പറയാ, എൻ്റെ മകളെ അവർക്ക് വേണ്ട ഉസ്താദ്, എൻ്റെ മകളെ കൊണ്ട് നടക്കൽ ആ മരുമകന് ഭയങ്കര മോശമാണ് അത്രയും. അപ്പം എന്താ കാരണം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അറിയോ, ഈ മരുമകൾക്ക് എന്തില്ല അത്രേ, സ്വന്തമായിട്ടൊരു വീടില്ലാതെ. കേൾക്കണം നിങ്ങൾ കഥ. സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ പേരിൽ ആ മരുമകളെ അവിടെ നിന്നും തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി. ഈ വീടുണ്ടായത് എന്തിനാ വിറ്റതെന്ന് അറിയോ നിങ്ങൾ, ഈ മകളെ കല്യാണം നല്ല രീതിയിൽ കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളതിൽ ആരെ കുറ്റം പറയും? ആ പെണ്ണിനെ തൊലാക്ക് ചെല്ലിയ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയണോ, അതല്ല അത്തരമൊരു കുടുംബത്തിലേക്ക് സ്റ്റാറ്റസ് മാത്രം നോക്കി ഉള്ള കിടപ്പാടം പോലും വിറ്റ് സ്വർണമാക്കി മാറ്റി അങ്ങോട്ട് പറഞ്ഞു വിട്ട ഈ വീട്ടുകാരെ കുറ്റം പറയണോ? ഞാൻ ആരെ കുറ്റം പറഞ്ഞു നിങ്ങൾ? ഞാൻ ആ വീട്ടുകാരെ കുറ്റം പറഞ്ഞു. കാരണം എത്ര നല്ല നല്ല ആലോചനകൾ വേറെയും ഉണ്ടാകും അല്ലേ? അത്രയും വലിയൊരു കൊമ്പത്തിലേക്ക് കൊടുത്തയക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ എത്ര നല്ല നല്ല ആലോചനകളുണ്ട്. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്താണോ ഫാൾട്ട് എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ വീട്ടുകാരുടെ അടുത്താണോ ഫാൾട്ട്, അതല്ലെങ്കിൽ കെട്ടിച്ചു കൊടുത്ത ആ ചെക്കൻ്റെ വീട്ടുകാരുടെ അടുത്താണോ ഫാൾട്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അത്ര തേക്കുമ്പോൾ ഇങ്ങനെ വേണം തേക്കാൻ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ പൾസുള്ള ഭാഗത്തൊക്കെ തേക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.